ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയട്ടെ. ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പായിട്ടുള്ള കാറ്, അതായത് റോൾസ് റോയ്സ്, അതുപോലെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഷിപ്പ് ആയിട്ട് ഉപയോഗിക്കുന്ന യാച്ച്, പ്രൈവറ്റ് യാച്ചസ്, ഏറ്റവും വിലപിടിപ്പുള്ളത്, അതിൽ കേരളത്തിൽ നിന്നുള്ള ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ഉണ്ട്, ശരിക്കും. നമ്മുടെ കേരളത്തിലെ മലപ്പുറത്ത് അല്ലെങ്കിൽ നിലമ്പൂർ എന്നുള്ള പ്ലാന്റേഷനിലുള്ള ടീക്ക് വുഡാണ് ഇതിൻ്റെ ഈ പറഞ്ഞ രണ്ട് സാധനങ്ങളുടെയും, അതായത് റോൾസ് റോയ്സ് കാറിൻ്റെയും ഒരു യാച്ചുകളുടെയും, അതായത് പ്രീമിയം ആയിട്ട് ഇന്ന് വേൾഡിൽ സെല്ല് ചെയ്യണ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളുടെയും ഇൻറ്റേർണൽ ഗാർണിഷിങ്ങിന് വുഡൻ ഫിനിഷ് കിട്ടാൻ ഉപയോഗിക്കുന്നത് നിലമ്പൂർ ടീക്കിൽ നിന്ന് കട്ട് ചെയ്യണ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് അവരത് മാനുഫാക്ചർ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ടീക്ക്, അതായത് ഈ നിലമ്പൂർ ടീക്ക്, ലോകത്തിലെ ഏറ്റവും പ്രഷ്യസും ഏറ്റവും വിലപിടിപ്പുള്ള ഒരു മെറ്റീരിയലാണ്. അത് പല ആൾക്കാർക്കും അറിയില്ല. എല്ലാവരുടെയും വിചാരം ഇമ്പോർട്ട് ചെയ്ത് പുറത്തുനിന്ന് തന്നെ ടീക്കാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ്. ഒരിക്കലും അല്ല. ലോകത്തിലെ വേൾഡിലെ വൺ ഓഫ് ദ നമ്പർ 1 ടീക്ക് എന്ന് പറയുന്നത്, അതിൻ്റെ ഏറ്റവും ഫൈനസ്റ്റ് ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ്. ദാറ്റ് ഇസ് നിലമ്പൂർ ടീക്ക്. നിങ്ങൾ എവിടെ വേണേൽ സെർച്ച് ചെയ്ത് നോക്കിയോ, നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം അതാണ് ഇവരെല്ലാവരും ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ മണ്ണ് വളരെ ഫെർട്ടൈലായിട്ടുള്ള ഒരു സോയിലിൽ വളരെ ടേക്ക് കെയർ ചെയ്തിട്ട് പ്ലാന്റേഷൻ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് നിലമ്പൂർ ടീക്ക്. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അവൈലബിൾ ആണ് നിലമ്പൂർ ടീക്ക്. ആൾക്കാർ പ്ലാന്റേഷനിൽ പോയിട്ട് ലേലം ചെയ്ത്, ഫോറസ്റ്റിൽ നിന്ന് ലേലം ചെയ്തെടുക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഒരു സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് ടീക്കുകളാണ് നമ്മൾ എടുത്തു പോകുന്നത്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ടീക്ക് എന്നും നിലമ്പൂർ എന്നുള്ളത് പുറത്തേക്ക് ഇമ്പോർട്ട് ചെയ്ത് പോവുകയാണ് ഇതേപോലുള്ള പർപ്പസിന്. അത് ഭയങ്കര എക്സ്പെൻസീവാണ്, നമുക്കൊന്ന് അഫോർഡ് ചെയ്യാൻ പോലും പറ്റില്ല.